Good morning, dear students. In the last class, we have studied about how to calculate the specific heat of phonons by using Einstein model. അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് അസംഷൻസ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിസിൽ നമ്മളതിനെ പാർട്ടിക്കിളിനെ ഡിസ്റ്റിങ്വിഷബിൾ ആക്കി MB സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് നമുക്ക് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആവറേജ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സം ഓഫ് ദ എനർജി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ സിറ്റുവേഷൻ in that case. So the average energy of each particle E is equal to summation over n equal to 0 to infinity e raised to minus e by k by t dE divided by summation over n equal to 0 to infinity e raised to minus e by k by t. നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രം ദിസ് ഇക്വേഷൻ ഇ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് കട്ട് ഒമേഗ. സോ വി put the value of E n plus half into h cut omega, then e raised to minus n plus half into h cut omega divided by kt dE divided by summation over n equal to 0 to infinity e raised to minus n plus half into h cut omega divided by kt dE നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്, റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഇ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ, ദെൻ വി ഒബ്റ്റെയിൻ ദിസ് ഇക്വേഷൻ. ദെൻ പുട്ട് എക്സ് ഈക്വൽ ടു നമ്മൾ കൊടുക്കാൻ പോവാണ്. പുട്ട് എക്സ് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടി. എന്താ കൊടുക്കുന്നത്? എച്ച് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടി. So the equation become summation over n equal to 0 to infinity n plus half into h cut omega e raised to എന്ത് വരും? മൈനസ് എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടിക്ക് എന്താ കൊടുക്കുന്നത്? എക്സ് എന്ന് കൊടുക്കും അല്ലേ? മൈനസ് എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടിക്ക് എക്സ് എന്ന് കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കം എൻ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് ഡി ഇ ഡിവൈഡ് ബൈ, ഇവിടെ നമ്മൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എൻ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് ഡി ഇ. ക്ലിയർ ആയില്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റും. എന്താ കൊടുത്തത്? ഇടയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്ന മൈനസ് എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടിക്ക് എക്സ് എന്ന് കൊടുത്തു. സോ our equation become h cut omega summation over n equal to 0 to infinity n plus half into ഈ h cut omega ഇവിടെ നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലേക്ക് മാറി. ദെൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഇൻറ്റു ഫസ്റ്റിൽ നമ്മൾ എന്നിന് 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 പ്ലസ് ഹാഫ് ഇൻറ്റു ഇ റേസ് ടു ഹാഫ് എക്സ് അല്ലേ ഡി ഇ അല്ലേ? അടുത്ത് എന്ത് വരും? 3/2 ഇ റേസ് ടു 3/2 3x/2. അടുത്ത് എന്ത് വരും? 5/2 ഇ റേസ് ടു 5x/2 പ്ലസ് എക്സെട്ര. എക്സ്പാൻഡ് ചെയ്തതാണ്. ഡിവൈഡ് ബൈ എന്തായിരുന്നു ഇവിടെ? ഇ റേസ് ടു x/2 പ്ലസ് ഇ റേസ് ടു 3x/2 പ്ലസ് ഇ റേസ് ടു 5x/2. ഈ ഒരു രീതിയിൽ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഇത് നമുക്ക് എന്ത് വരും? ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിൻ്റെ എന്താണ് അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഈ കിടക്കുന്നത് അല്ലേ? ഇതിന് നമ്മൾ ലോഗ് 1/log x എന്ത് വരും? 1/x ഇൻറ്റു അല്ലേ ലോഗ് എ എക്സ് ആകുമ്പം അല്ലേ എന്താ വരുന്നത്? ആ ഒരു രീതിയിലായി കിടക്കുന്നത് അല്ലേ? ഓരോന്നിൻ്റെയും ലോഗ് എക്സിൻ്റെ 1/x എന്ന് എടുക്കുന്ന പോലെ. അപ്പോൾ ഇത് എക്സിൻ്റെ സ്ഥാനത്ത് ഇതെടുത്തു. പിന്നെ എന്ത് ചെയ്യണം? ഓരോ കമ്പോണൻസിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. ഫസ്റ്റ് കമ്പോണൻറ്റ് 1/2 ഇ റേസ് ടു x/2, അടുത്ത് എന്ത് വരും? 3/2 ഇ റേസ് ടു x/2 എന്ന രീതിയിലാണ്. അപ്പോൾ അതെന്ത് വരും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് പകരമായിട്ട് എച്ച് കട്ട് ഒമേഗ ഡി ബൈ ഡി എക്സ് ലോഗ് ദിസ് വൺ ലോഗ് ഇതിനെ നമുക്ക് നേരെ ഒന്ന് തിരിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ലോഗ് ഇ റേസ് ടു x/2 പ്ലസ് ഇ റേസ് ടു 3x/2 പ്ലസ് ഇ റേസ് ടു 5x/2 എക്സെട്ര എങ്ങനെ എഴുതാൻ പറ്റും? 1 ബൈ ഇ റേസ് ടു x/2
ഡി അല്ലേ എന്ത് വരും e⁻(x/2) പ്ലസ് e⁻3(x/2) പ്ലസ് e⁻5(x/2) ഇൻറ്റു അടുത്തത് ഇതിൻ്റെ എന്ത് വരും 1/2 ഇൻറ്റു e⁻(x/2) 3/2 ഇൻറ്റു e⁻(x/2) 5/2 ഇൻറ്റു e⁻5(x/2) എക്സെട്ര. ഓക്കെ, ദെൻ h cut omega d by dx of log e⁻(x/2) e⁻(x/2) എല്ലാത്തിലും ഉണ്ട്. അതിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. e⁻(x/2) ഇൻറ്റു ഇവിടെ എന്ത് വരും 1 പ്ലസ് e⁻(x) പ്ലസ് e⁻(2x) പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? അപ്പോൾ എന്ത് വരും? ലോഗ് e⁻(x/2) കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? ഈ ലോഗ് അല്ലേ 1 കമ്പോണൻറ്റ് ഇൻറ്റു അനദർ കമ്പോണൻറ്റ്. അപ്പോൾ എന്ത് വരും? ലോഗ് എക്സ് പ്ലസ് ലോഗ് ദിസ് ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ എന്ത് വരും? h cut omega d by dx ഓഫ് ലോഗ് e⁻(x/2) പ്ലസ് അടുത്ത എന്ത് വരും? ലോഗ് 1 പ്ലസ് e⁻(x) പ്ലസ് e⁻(2x) പ്ലസ് എക്സെട്ര. We know that log 1 plus x plus e⁻(x) plus e⁻(2x) plus this one equal to minus log 1 minus e⁻(x) അല്ലേ, minus log 1 minus e⁻(x). So this equation become നമുക്കറിയാം log 1 plus e⁻(x)നെ 1 plus log minus log 1 minus x e⁻(x) equal to log 1 plus e⁻(x) plus e⁻(2x) plus etc. Then that is equal to h cut omega d by dx of log e⁻(log വരുമ്പോൾ എന്ത് വരും? x/2 minus log 1 minus e⁻(x) that is equal to h cut omega d by dx of x/2 എന്ത് വരും? 1/2. അടുത്തത് ലോഗ് 1 മൈനസ് e⁻(x) എന്ത് വരും? 1 ഡിവൈഡ് ബൈ 1 മൈനസ് e⁻(x) ഇൻറ്റു മൈനസ് e⁻(x). അപ്പോൾ എന്ത് വരും? മൈനസ് e⁻(x)ഉം ഇത് മൈനസ് മൈനസും കൂടി ആകുമ്പോഴേക്കും പ്ലസ് വരും. സോ h cut omega ഇൻറ്റു ഹാഫ് പ്ലസ് e⁻(x) ഡിവൈഡ് ബൈ 1 മൈനസ് e⁻(x). ദാറ്റ് മീൻസ് h cut omega that is equal to എന്ത് വരും? എന്തായിരുന്നു e⁻(? ഇവിടെ എന്ത് വരുന്നത്? ഹാഫ് ഇൻറ്റു ഇവിടെ എന്തും കൂടെ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു h cut omega ഇൻറ്റു 1/2 പ്ലസ് e⁻(- മൈനസ് അതിന് e⁻(x) കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡ് ബൈ e⁻(x) e⁻(-x) minus 1 that is equal to h cut omega into half in plus 1 divided by x എന്തായിരുന്നു? ആക്ച്വലി x equal to minus h cut omega divided by 2 ആയിരുന്നു. kbt ആയിരുന്നു, kt ആയിരുന്നു. So e⁻h cut omega divided by kt minus 1 or that is equal to half h cut omega plus h cut omega divided by e⁻h cut omega by kbt minus 1. Then the total energy of a system of n atom each having 3n degrees of freedom is given by 3n average energy that is equal to 3n into half into h cut omega plus e⁻h cut omega divided by h cut omega divided by kbt minus 1. Therefore CV specific heat equal to എന്താ? dou E divided by dou T at a constant volume that is equal to 3n kt എന്ത് വരുന്നത്? h cut omega divided by kt whole square e⁻, അല്ലേ, h cut omega divided by kt divided by e⁻h cut omega divided by kt minus 1 whole square. എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം ഫസ്റ്റ് ടേമിനകത്ത് ടെമ്പറേച്ചറിൻ്റെ ഡെറിവേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് ടേം ബിക്കം 0. പിന്നെ എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ ടേം മാത്രം നോക്കിയാൽ മതി. ഈ ടേമിനാകുമ്പം 3n h cut omega അത്
നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എടുക്കാം 3n(h cut omega). പിന്നെ എന്താ വരുന്നല്ലോ e⁻h cut omega ഡിവൈഡ് ബൈ, അപ്പോൾ എന്ത് വരുന്നത് 1 ഡിവൈഡ് ബൈ e⁻h cut omega ബൈ kbt -1 ഹോൾ സ്ക്വയർ അല്ലേ. അന്നേരം എന്താ വരുന്നത്, അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 1 ഡിവൈഡ് ബൈ e⁻h cut omega 1/x വരുമ്പം എന്താ വരുന്നത് 1 ഡിവൈഡ് ബൈ e⁻h cut omega ഡിവൈഡ് ബൈ kt -1 ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്ത് എന്ത് വരും e⁻h cut omega ബൈ kt ഇൻറ്റു എന്തും കൂടെ വരും h cut omega. അതിന് അടുത്ത് എന്താ വരുന്നത് മൈനസ് വരും അല്ലേ, ഒരു മൈനസും കൂടെ വരും, എന്ത് വരും h cut omega ബൈ kt. അപ്പോൾ അതെന്താ വരുന്നത് e⁻h cut omega ബൈ kt എങ്ങനെ എഴുതാൻ പറ്റും h cut omega ബൈ k ഇൻറ്റു -1/t² അല്ലേ. അപ്പോഴാണ് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടും, ഇവിടെ ഒരു h cut omega ഉണ്ട്, അടുത്തതിൻ്റെ ഒരു h cut omega k ഉണ്ട്, പിന്നെ അടുത്തത് t² ഉണ്ട്. അപ്പോൾ എന്തും എല്ലാം കൂടെ കൂട്ടി എങ്ങനെ എഴുതാൻ പറ്റും k നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും 3nk ഇൻറ്റു h cut omega ഡിവൈഡ് ബൈ kt ഹോൾ സ്ക്വയർ ഇൻറ്റു e⁻h cut omega ബൈ kt ഡിവൈഡ് ബൈ e⁻h cut omega ബൈ kt -1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. എന്താ കിട്ടിയേക്കുന്നത് CBയുടെ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാനൊരു പേപ്പറിൽ എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ CB എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ ടേം കിട്ടുന്നില്ല, ഈ ടേം മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ടേം മാത്രം കിട്ടുമ്പോൾ എന്ത് വരുന്നെന്ന് ഉള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ മോഡലിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഐൻസ്റ്റീൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടേം എടുക്കും, പിന്നെ അതിൻ്റെ ലോവർ കേസിൽ ഹയർ വാല്യൂയിലുള്ള ടെമ്പറേച്ചറിലൊക്കെയുള്ള വാല്യൂ എങ്ങനെയായിരിക്കും കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം ഹൈ വാല്യൂയിൽ 3R ഒബേ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കണം, CB ടെൻസ് ടു 0 ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. എന്താണ് ക്ലാസിക്കൽ റിസൾട്ടുമായിട്ട് അത് ക്വാണ്ടം തിയറിയിൽ ക്വാണ്ടം ഓസിലേറ്ററിലെ കേസിൽ നമുക്കത് അനലോഗ് ആയിട്ടാണോ കിട്ടുന്നതെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം ഇതാണ് ഇത് നമുക്ക് കിട്ടിയേക്കുന്ന CBയുടെ വാല്യൂ. എന്താ ചെയ്തെന്ന് ആദ്യം നോക്കിക്കേ. ആദ്യം നമ്മൾ എന്തെടുത്തു ആവറേജ് എനർജി എടുത്തു, അതിനകത്ത് ഇയുടെ വാല്യൂ n+12 × h cut omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എക്സിന് എന്ത് കൊടുത്തു -h cut omega ബൈ kt എന്ന് കൊടുത്തു. ദെൻ എന്ത് കൊടുത്തു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോഗരിതം ടേബിളിലേക്ക് ഇക്വേറ്റ് ചെയ്തു. അതിന് e⁻x/2 ഔട്ട് സൈഡിലെടുത്തു, log e⁻x/2 പ്ലസ് ദിസ് വൺ. ഓക്കെ, ദെൻ ലോഗ് 1 പ്ലസ് e⁻x പ്ലസ് e⁻2x പ്ലസ് ആക്കി അതിനെ ഏത് രീതിയിൽ എഴുതി e⁻1 പ്ലസ് e⁻xനെ മൈനസ് ലോഗ് 1 - e⁻x എന്ന് എഴുതി. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു. ദെൻ വി ഒബ്റ്റെയിൻ ഫൈനലി ഹാഫ് h cut omega പ്ലസ് e⁻h cut omega ഡിവൈഡ്. എന്നിട്ട് ദെൻ നമ്മൾ തിരിച്ച് എക്സിന് -h cut omega ബൈ kt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടിയേക്കുന്ന റിസൾട്ടാണിത്. ദെൻ ദ ടോട്ടൽ എനർജി ഓഫ് ദ 3 degrees ഓഫ് ഫ്രീഡം അല്ലേ. n ആറ്റം ഉണ്ടെങ്കിൽ 3 degrees ഓഫ് ഫ്രീഡം ആണെങ്കിൽ റിസ്ട്രിക്ഷൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3n ആറ്റം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 3n × E എടുത്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ CBയുടെ വാല്യൂ ∂E/∂t കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു.